ഹലോ, എല്ലാവരും ന്യൂ ഇയറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാനിഫെസ്റ്റേഷനും വിഷൻ ബോർഡും കുറച്ച് റെസൊല്യൂഷനും ഒക്കെ എടുത്ത് എല്ലാവരും ആദ്യത്തെ ഒരു മാസം ഭയങ്കര എനർജറ്റിക് ആയിട്ടിരുന്നാണ് അല്ലേ? ആ ഒരു മാസം പോയി നമ്മൾ അറിഞ്ഞ കൂടെയില്ല. നമ്മൾ ഈ റെസൊല്യൂഷൻ്റെ കൂട്ടത്തിൽ ക്യാഷ് സേവ് ചെയ്യാനുള്ള എന്തെങ്കിലും ടെക്നിക്ക് എടുത്തിട്ടുണ്ടായിരുന്നോ? ചിലരെടുത്തിട്ടുണ്ടായിരിക്കും, ചിലരെടുത്തെങ്കിലും പക്ഷെ അവർക്കത് പ്രാക്ടിക്കലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞു തരാനാണ് ഞാനിന്ന് വന്നത്. ഇത് ഒത്തിരി ഇൻകം കിട്ടുന്ന വലിയ ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ. പോക്കറ്റ് മണി കിട്ടുന്ന ജെൻസി കിഡ്സിനും വീട്ടു ചിലവ് കഴിഞ്ഞ് കുറച്ച് പൈസ മാറ്റി വയ്ക്കുന്ന വീട്ടമ്മമാർക്കും പിന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടെക്നിക്കാണ്. ഭയങ്കര ഈസിയാണ്. ഇതിനാദ്യം വേണ്ട എന്താണെന്നോ, UPI ID ഇല്ലാത്ത ഒരു ബാങ്ക് അക്കൗണ്ട്, അതായത് GPayയോ ഫോൺപേയോ ഒന്നും ഇല്ലാത്തൊരു ബാങ്ക് അക്കൗണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടുന്ന കാശ് നമ്മൾ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇൻ കേസ് നമുക്ക് അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണെങ്കിൽ പണ്ടത്തെ ടെക്നിക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഒരു കുടുക്ക മേടിക്കുക, അല്ലെങ്കിൽ പോട്ടെ കുടുക്ക മേടിക്കാൻ കാശില്ലാന്ന് വെച്ചോ, നമ്മൾ പെട്ടെന്ന് തുറന്നെടുക്കാൻ പറ്റാത്ത രീതിക്കുള്ളൊരു ടിന്നോ ബോക്സോ എന്തെങ്കിലും എടുത്ത് വെക്കാം. ഇനിയിതേ നമ്മൾ ഈ ചാർട്ടിൽ കാണുന്ന പോലെയാണ് പൈസ സേവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എത്രയാണോ ഇൻകം വരുന്നത് അതിൻ്റെ 10% മാസത്തിൻ്റെ ആദ്യമേ മാറ്റി വെക്കുക. എത്രയാണോ, ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഒരു 25,000 രൂപ കിട്ടുന്ന ഒരാളാണെങ്കിൽ 2,500 രൂപ ആദ്യമേ മാറ്റി വെക്കുക. അതൊന്നിനും എടുക്കരുത്. ഇത് ആ ചാർട്ടിൻ്റെ ഫെബ്രുവരിയുടെ മാത്രം ഞാൻ ക്രോപ്പ് ചെയ്തിട്ടേക്കുന്നത്. ഞാൻ സാലറി 10% ഞാൻ കാണിച്ചിട്ടില്ലേ, അതിൽ നമ്മൾ എത്രയാണോ നമുക്ക് കിട്ടുന്ന ഇൻകം, ചിലപ്പോൾ 10,000 രൂപയായിരിക്കും, ചിലപ്പം 5,000 രൂപയായിരിക്കും. എത്രയാണോ നമുക്ക് ഒരു ഇൻകം ആയിട്ട് കിട്ടുന്നത് അതിൻ്റെ 10% മാറ്റി വെക്കുക. അതിന് ഒരു മാറ്റവും വരുത്തരുത്. 10% ആദ്യമേ മാറ്റി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു മാസത്തിനെ 4 ഡിവൈഡ് ചെയ്ത് ഓരോ ആഴ്ചയും നമ്മൾ കുറച്ച് എമൗണ്ട് സേവ് ചെയ്യണം. അതായത് ആദ്യത്തെ ആഴ്ച ഒന്നെന്നിട്ടേക്കുന്നതിൻ്റെ അവിടെ ആദ്യത്തെ ആഴ്ച നമുക്ക് എത്ര രൂപയാണോ സേവ് ചെയ്യാൻ പറ്റിയത്, ചിലപ്പോൾ 100 രൂപയായിരിക്കും, ചിലപ്പോൾ 500 രൂപയായിരിക്കും, ചിലപ്പോൾ 60 രൂപയെ കാണുള്ളൂ, 50 രൂപയായിരിക്കും. എത്രയാണോ അത് എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ ആ നമ്പർ 1 എഴുതുക, ആദ്യത്തെ ആഴ്ചയിൽ എഴുതുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച നമുക്ക് എത്ര എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റിയോ അതെടുത്ത് രണ്ടാമത്തെ, ചിലപ്പം മൂന്നാമത്തെ ആഴ്ച നമുക്ക് ഒത്തിരി എമൗണ്ട് എവിടെന്നെങ്കിലും ആരെങ്കിലും നമ്മൾ കടം കൊടുത്തിട്ടുള്ളത് തിരിച്ച് കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് നമുക്ക് വരുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് നമുക്കത് സേവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും ഈ മൂന്നാമത്തേൽ എഴുതുക. ചിലപ്പോൾ ഒരു 500 രൂപ കിട്ടും, ചിലപ്പോൾ ഒരു 2,000 രൂപ നമുക്ക് 4ാമത്തെ ആഴ്ച എഴുതാൻ പറ്റും, ചിലപ്പോൾ പറ്റത്തില്ല. പക്ഷേ ആഴ്ചയിൽ ഒന്നും സേവ് ചെയ്യാതിരിക്കരുത്. ഒരു 10 രൂപയെങ്കിൽ 10 രൂപയെങ്കിലും സേവ് ചെയ്ത് എഴുതി വെക്കുക. അത് കഴിഞ്ഞ് ആ മാസം ലാസ്റ്റ് ആകുമ്പോൾ മന്ത്ലി സേവിങ്സിൻ്റെ അവിടെ നമ്മുടെ എമൗണ്ട് എത്രയാണോ മൊത്തം ആ മാസം ടോട്ടൽ എത്രയാണോ എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയത് അത് എഴുതി വെക്കുക. ഇത് ഞാൻ ഈ കാണിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ടെക്നിക്കിൻ്റെ ഒരു ഫോമിലൊക്കെ ഇട്ട് ഒരു ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സൽ ഫോർമാറ്റാണ്. അതിൽ നമ്മൾ എമൗണ്ട് അടിച്ചു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ടോട്ടൽ ചെയ്ത് വരും. ഇതിനകത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ അറിയാം ടോട്ടൽ ചെയ്ത് അവിടെ വരും. ഇൻ കേസ് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അയച്ചു തരാം. ഇതിൻ്റെ PDF ഫോർമാറ്റും ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് പ്രിൻ്റ് എടുത്ത് എഴുതി വെക്കാം. ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മളൊരു ബുക്കിനകത്ത് ഇതുപോലെ വരച്ചൊന്ന് എഴുതി വെച്ചാൽ മതി. നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറച്ച് കാശ് സേവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതേ പ്രോസസ്സ് തന്നെ എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഡിസംബർ വരെയും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അവസാനമാകുമ്പോഴത്തേക്കും ഈ വർഷം അവസാനമാകുമ്പോൾ നമ്മുടെ കയ്യിലൊരു വലിയൊരു എമൗണ്ട് കിട്ടും. ഈ എമൗണ്ട് ഡിസംബർ വരെ തുടരുത് കേട്ടോ. ഒരു കാരണത്തിനും, ഇൻ കേസ് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് അത്ര എമർജൻസി ഇല്ലാണ്ട് ഈ കാശ് ഒരു കാര്യത്തിന് എടുക്കുകയും ചെയ്യരുത്, ആർക്കും കൊടുക്കുകയും ചെയ്യരുത്. ഇത് നിങ്ങൾ സേവ് ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുക. ആർക്കാണ് കയ്യിൽ കുറച്ച് കാശുള്ളപ്പോൾ സന്തോഷം ഇല്ലാണ്ടിരിക്കുക, അത്രയും ഹാപ്പിനെസ് കിട്ടും. നമ്മൾ റിച്ചായിട്ടിരിക്കും, അപ്പം നമുക്ക് അത്രയും ഹാപ്പിനെസ് കിട്ടും. അപ്പം നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കുഞ്ഞായിട്ട് കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഒരു ബേസിക് നീഡാണ്. ഇപ്പം ഒത്തിരി ചിലവുകളുള്ളവർ തന്നെയാണ്, എല്ലാവർക്കും ഒത്തിരി ചിലവുകളുള്ളവർ തന്നെയാണ്. പക്ഷേ എന്നാലും കുറച്ച് എമൗണ്ട് സ്വന്തമായിട്ട് കുറച്ച് മാറ്റി വെച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു ഹാപ്പിനെസ്സാണ്. ഈ വർഷം അവസാനമാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത കുറച്ച് എമൗണ്ട്, ചിലപ്പോൾ ഒത്തിരി കാശ് ഉണ്ടാകത്തില്ല, കുറച്ച് കാശ് കാണത്തുള്ളൂ. ആ ഉള്ള എമൗണ്ട് നമ്മൾ ഇത്രയും മാസം കൂട്ടി വെച്ച് നമ്മൾ ഈ കുഞ്ഞിലെ കുടുക്ക പൊട്ടിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടത്തില്ലേ, ആ ഒരു സന്തോഷം എല്ലാവരും അനുഭവിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മാസം മുതൽ സേവ് ചെയ്ത് തുടങ്ങുക, എല്ലാവരും പണക്കാരാവട്ടെ. അപ്പോൾ ഈ ഫോമാറ്റ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അയച്ചു തന്നേക്കാം. അപ്പോൾ എല്ലാവരും
ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.